അജാതശത്രു ചോദിച്ചു. ഇവൻ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ വിളിച്ച പേരുകളെല്ലാം അവൻ്റെ വിജ്ഞാനമയനിൽ കിടപ്പുണ്ട്. ആ വിജ്ഞാനമയനായ പുരുഷൻ നമ്മൾ വിളിച്ചതൊന്നും കേൾക്കാതെ എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഗർഗ്യൻ അറിയില്ല എന്ന് പറഞ്ഞു. ഗർഗ്യൻ പറഞ്ഞു, എനിക്കറിയില്ല. അജാതശത്രു പറഞ്ഞു, ഉറക്കത്തിൽ ഇയാൾ അതാത് ഇന്ദ്രിയങ്ങളുടെ അറിവും അവയുടെ ശക്തിയും എടുത്തുകൊണ്ട് ഹൃദയാന്തർഭാഗത്ത് ദഹരാകാശത്ത് പോയി കിടക്കുകയായിരുന്നു. അതിന് സുഷുപ്തി എന്ന് പറയും. ആ പുരുഷനെയാണ് അറിയേണ്ടത്. അതാണ് വ്യാപകമായിരിക്കുന്നത്. അയാൾ അവിടെ പോയിരിക്കുകയായിരുന്നു. ഇന്ദ്രിയങ്ങൾ ഇയാളിൽ ഒതുങ്ങുന്നു. ഈ പുരുഷൻ തന്നെ സ്വപ്നത്തിലേക്ക് വരുന്ന സമയത്ത് പലവിധ അനുഭവങ്ങളും ഉണ്ടാകുന്നു. രാജാവായും ബ്രാഹ്മണനായും പല നിലകളിൽ സ്വയം കാണുന്നു. ദൃഷ്ടാന്തമായാൽ രാജാവ് പ്രജകളെയും കൂട്ടി നാട്ടിൽ ചുറ്റിത്തിരിയുന്നത് പോലെ ഈ വിജ്ഞാന പുരുഷൻ ഇന്ദ്രിയങ്ങളുടെ അകമ്പടിയോടെ ശരീരത്തിനുള്ളിൽ തന്നെ കാടും മേടും സൃഷ്ടിച്ച് വിഹരിക്കുന്നു. മനസ്സിലായില്ല? ഈ സുഷുപ്തിയിലെ വിജ്ഞാനമയനായ പുരുഷൻ കിടന്നുറങ്ങുമ്പോഴുള്ള സ്വപ്നത്തിൽ ഭാര്യ, മക്കൾ, സിംഹം, കടുവ, കാട് ഒക്കെ ആ മുറിക്കുള്ളിൽ കിടന്നുറങ്ങുന്ന അവൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച് ആ ഇന്ദ്രിയങ്ങളാകുന്ന പരിവാരങ്ങളോടുകൂടി അവൻ ചുറ്റിത്തിരിയുന്നു. ക്ലിയറായി? ആ ദൃഷ്ടാന്തം ക്ലിയറായി? അത്രയേ ഉള്ളൂ ഈ ജാഗ്രത് പ്രപഞ്ചവും. ആകെ ഈ ചുറ്റിത്തിരിയലേ ഉള്ളൂ. സ്വപ്നത്തിൽ കണ്ട അനുഭവങ്ങളുടെ ആ പ്രസക്തിയൊക്കെ തന്നെ ജാഗ്രതത്തിനുള്ളൂ. ഉള്ളിൽ തന്നെ വിഹരിക്കുന്നു. സുഷുപ്തിയിൽ വിജ്ഞാനാത്മാവ് ഒന്നും അറിയുന്നില്ല. ഹൃദയാന്തർഭാഗത്ത് ഹിതകളെന്നു പേരായ 72,000 വരുന്ന സൂക്ഷ്മനാഡികളിലൂടെ പുരീതത്തിലേക്ക് വ്യാപിച്ചു നിൽക്കുന്നു. 72,000 നാഡികൾ. അവയിലൂടെ പുരീതത്ത് എന്ന സ്ഥലത്ത് ഇവനെത്തി പുരുഷമയനായി ഉറങ്ങുന്നു. പുരീതത്ത്, ഹൃത്പുണ്ടരീകം പുരീതത്ത്. ആ പുരീതത്തിൽ അത് കടന്നു പോകുന്നത് ഹൃദയപത്മത്തിൽ നിന്ന് 101 നാഡികൾ. അവയ്ക്കോരോ 100 നാഡികൾ. അവയ്ക്കോരോന്നിനും 101 വീതം ശാഖാനാഡികൾ. അവയ്ക്കോരോന്നിനും 72,000 വീതം കലകൾ അല്ലെങ്കിൽ പ്രതിശാഖാനാഡികൾ, അല്ലെങ്കിൽ ആ നാഡികൾക്ക് ഹിതകൾ എന്ന് പറയും. ഹിതമായതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഹിതകൾ. ആ ഹിതകൾ എന്ന നാഡിയിലൂടെയാണ് ഈ ദേവൻ ഉറക്കത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ വഴി പോക്കായാൽ ഉറക്കമില്ല. ഇനിയും കർമ്മങ്ങളുടെ ബാക്കി തിരുശേഷിപ്പുണ്ടെങ്കിൽ ഉറക്കമില്ല. എങ്ങനെയാണോ ആകാശത്തു പറന്ന ചക്കിപ്പരുന്തോ കൃഷ്ണപ്പരുന്തോ ചിറക് കുഴയുമ്പോൾ സ്വസ്വരൂപമായ കൂട്ടിലേക്ക് പോകുന്നത്, അതുപോലെയാണ് ജനക ഈ ജീവൻ കടന്നു പോകുന്നത് എന്ന് പിന്നീട് നേരമുണ്ടെങ്കിൽ കാണാം. യാജ്ഞവൽക്യനുമായുള്ള സംഭാഷണത്തിൽ വളരെ ഗംഭീരങ്ങളായ ചിത്രങ്ങളുള്ളതാ. മനുഷ്യനെ അവൻ്റെ ജാഗ്രതത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ഒക്കെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതായി ഉപനിഷത്ത്. ഇതൊക്കെ പഠിക്കേണ്ട കാലം കളഞ്ഞ് ഉള്ള കുഞ്ഞുങ്ങളെയെല്ലാം A4 ആപ്പലും B4 ഭീമയും ഒക്കെ പഠിപ്പിച്ച് കളഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാൻ? ഇനി ഇതൊക്കെ സിലബസിൽ പെടുത്തിയാൽ പഠിപ്പിക്കാൻ അറിയാവുന്നവനുണ്ടാവുമോ? മനസ്സിലായില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് നോക്കുക. അപ്പോ അവയിലൂടെ പുരീതത്ത് എന്നിടത്തെത്തുന്നു. അവിടെ ഒരു ശിശുവിനെ പോലെ, അല്ലെങ്കിൽ രാജാവിനെ പോലെ, അല്ലെങ്കിൽ ജ്ഞാനിയായ ബ്രാഹ്മണനെ പോലെ ആനന്ദത്തിൽ രമിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങൾ ജാഗ്രത അവസ്ഥയിൽ എവിടെ നിന്ന് വരുന്നു? ആ വിജ്ഞാനാത്മാവിൽ നിന്ന് തന്നെ. അവനിൽ നിന്നായി ഇന്ദ്രിയങ്ങളെല്ലാം വരുന്നത്. ഊർണനാഭിയിൽ നിന്ന്, ഊർണനാഭി 8 കാലി, 8 കാലിയിൽ നിന്ന് വല വരുന്നത് പോലെ
അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗം എന്ന പോലെ ഈ വിജ്ഞാനാത്മാവിൽ നിന്ന് എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് വരുന്നു. എല്ലാ ലോകങ്ങളും ദേവന്മാരും ഭൂതങ്ങളും ഇതിൽ നിന്നാണ് ഉദ്ഭൂതമാകുന്നത്. ഇന്ദ്രിയങ്ങൾ സത്യമാണ്, അവയേക്കാൾ സത്യമാണ് ആത്മാവ്. ഇത് മറക്കരുത്. സത്യസ്യ സത്യം, അതും ഇതിലാണ്. രണ്ടാം ബ്രാഹ്മണത്തിൽ സമയം നോക്കാം, ഏതായാലും പരമാവധി തീർക്കാൻ നോക്കാം. ബൃഹദാരണ്യം മുഴുവനായിട്ടൊന്നും തീരുമെന്ന് തോന്നില്ല, എങ്കിലും ഏതാണ്ട് ഒരു സ്വരൂപത്തിലൊക്കെ എത്തിക്കാം. ഉച്ചയ്ക്ക് മുമ്പുള്ള ക്ലാസ് അവസാനിപ്പിക്കാം. ഉച്ച കഴിഞ്ഞ് കൃത്യം 2 മണിക്ക് തന്നെ തുടങ്ങും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വരുമ്പോൾ ക്ലാസ്സിൽ റൈറ്റ് ടൈം ആയിരിക്കും. അതുകൊണ്ട് കുറേ കഴിഞ്ഞേ വരുള്ളൂ എന്ന് വിചാരിക്കേണ്ട. റൈറ്റ് ടൈം 2 മണിക്ക് തന്നെ ആവും. തുടങ്ങാം. രാവിലെ നമ്മൾ ബൃഹദാരണ്യകത്തിലെ കുറേ ബ്രാഹ്മണങ്ങളിലെ പറഞ്ഞു. 2-ാം അധ്യായം 1-ാം ബ്രാഹ്മണവും പറഞ്ഞു. 2-ാം ബ്രാഹ്മണത്തിൽ പ്രാണനെ തന്നെ ഒരു കന്നുകുട്ടിയായി ഉപാസന പറയുന്നതാണ്. 3-ാം ബ്രാഹ്മണം മൂർത്തവും അമൂർത്തവുമായ ഭാവങ്ങളെപ്പറ്റി പറയുന്നതാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധേയങ്ങളായ ബ്രാഹ്മണങ്ങൾ തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ചിലത് ബൃഹദാരണ്യകത്തിൻ്റെ രഹസ്യം പറഞ്ഞു തരണമെന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് വിഷയം പറഞ്ഞു വിടുന്നത്. അവിടെ അഗ്നി, ജലം, പൃഥ്വി ഇവ മൂർത്തവും വായു, അന്തരീക്ഷം ഇവ അമൂർത്തവുമാകുന്നു. ഇതാണ് സങ്കല്പം. ഇതിനെയെല്ലാം, ഈ മൂർത്തവും അമൂർത്തവുമായതിനെയെല്ലാം നേതി നേതി ഇതല്ല ഇതല്ല എന്ന് നിരസിച്ച് സത്യസ്യ സത്യമായ പരമപദത്തിലെത്തുന്നതാണ് ആ ബ്രാഹ്മണത്തിലെ ഉപദേശം. നേതി എന്ന പ്രക്രിയ, ഇത് ബ്രഹ്മമല്ല, ഇത് ബ്രഹ്മമല്ല എന്ന പ്രക്രിയ ബൃഹദാരണ്യകത്തിൽ ഈ ബ്രാഹ്മണത്തിലുള്ളത്. 4-ാം ബ്രാഹ്മണം മുതൽ ഈ അധ്യായവും 4, 5, 6 ബ്രാഹ്മണങ്ങൾ. അതുപോലെ അടുത്ത കാണ്ഡവും മുനികാണ്ഡവും ബൃഹദാരണ്യകത്തിൽ അത്യന്ത ഭാസുരമാണ്. അതിലെത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നേരം കിട്ടുമെന്ന് എനിക്കറിയില്ല. പരമാവധി ശ്രമിക്കാം. ബൃഹദാരണ്യകം എന്ന് പറഞ്ഞാൽ ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം എന്ന് 2ആയി തിരിയുന്നത് പോലും യാജ്ഞവൽക്യനെ മുൻനിർത്തിയാണ്. ഭാരതീയ ആധ്യാത്മിക നഭസിൽ ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് യാജ്ഞവൽക്യൻ. ഭാരതത്തിന്റെ ഔപനിഷദികമായ അറിവിന്റെ രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന, എക്കാലവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ നക്ഷത്രമാണ് യാജ്ഞവൽക്യൻ. അത് ബൃഹദാരണ്യകത്തിലെ മനോമോഹനങ്ങളായ ഒട്ടേറെ സന്ദർഭങ്ങളെ നമുക്ക് തരുന്നുണ്ട്. അത് തുടങ്ങുന്നത് ഈ 4-ാം ബ്രാഹ്മണത്തിലാണ്. 4-ാം ബ്രാഹ്മണം നാടകീയത കൊണ്ട് ഗംഭീരമാണ്. 4-ാം ബ്രാഹ്മണത്തിലെ വിഷയം സപത്നികൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന യാജ്ഞവൽക്യന്റെ തീരുമാനമാണ്. യാജ്ഞവൽക്യന് 2 ഭാര്യമാരാണ്. ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ സ്വകാര്യമാണ് എന്ന് കണക്കാക്കിയിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാലങ്ങളായിരുന്നു പണ്ട്.
മുഴുവൻ പറയാവോ എന്നുള്ള ശങ്ക കൊണ്ടാണ് നിൽക്കുന്നത്. മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള ഭയം ഈ കാലഘട്ടത്തിൽ എന്നെ വേട്ടയാടുന്നത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള അറിവ് കൊണ്ടാണ്. കാരണം വ്യക്തിയുടെ സ്വകാര്യ ജീവിതം സാമൂഹികത മേഞ്ഞു വഷളാവുകയോ സാമൂഹ്യമായ രാഷ്ട്രജീവിതം, കുടുംബജീവിതം മുതലായവ വ്യക്തി കയറി മേഞ്ഞു വഷളാവുകയോ ചെയ്യാതിരിക്കാവുന്ന മാന്യമായ നിയമമാണൊരു വ്യക്തിക്കും രാഷ്ട്രത്തിനുമൊക്കെ വേണ്ടത്. എവിടെ സാമൂഹ്യ ജീവിതം വ്യക്തിയിലേക്ക് തരം താഴുന്നു, അവിടെ പ്രസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും അന്തഛിദ്രങ്ങളുടെയും അസാൻമാർഗികതയുടെയും അധപ്പതനത്തിൻ്റെയും രംഗവേദിയാണ്. ആ കാലഘട്ടത്തെയാണ് ഈ പുരോഗമന കാലഘട്ടമെന്ന് എന്നെപ്പോലുള്ള വിഡ്ഢികൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങളുടെ പാർട്ടി പ്രസ്ഥാനങ്ങളേതും നിങ്ങളുടെ കുടുംബങ്ങളേതും നിങ്ങളുടെ സമുദായ പ്രസ്ഥാനങ്ങളേതും നിങ്ങളുടെ ഗ്രാമങ്ങളും നഗരങ്ങളും സംസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും ഏതും എടുത്താൽ സാമൂഹികമായ തലത്തിലെ പ്രശ്നങ്ങളെ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും കാമമോഹങ്ങൾക്കും വേണ്ടി ബലികഴിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ രംഗം. ശരിയല്ല, ശരിയല്ല. ഏറ്റവും പുരോഗമിച്ചതെന്ന് പറയുന്ന, ഏറ്റവും പരിഷ്കൃതമെന്ന് പറയുന്ന, ഏറ്റവും വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കുന്ന, ഏറ്റവും മഹാപുരുഷന്മാരുണ്ടെന്ന് സ്വയം ഞെളിയുന്ന ഈ കാലഘട്ടത്തിലാണ് വ്യക്തി സമുദായ ശരീരത്തെ അർബുദമെന്ന പോലെ ബാധിച്ച് സാമൂഹിക, സാംസ്കാരിക, കുടുംബ, ജാതി, മത പ്രസ്ഥാനങ്ങളെ മുഴുവൻ അസാൻമാർഗികതയുടെയും മറ്റു വൈകല്യങ്ങളുടെയും രംഗവേദികളാക്കി അധപ്പതിപ്പിക്കുന്നു. അതിൻ്റെ അവദാനങ്ങളാണ് നിങ്ങളുടെ കലയും സാഹിത്യവുമെല്ലാം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അവ കണ്ടാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നത്. അവയെ ഉപജീവിച്ചാണ് നിങ്ങളുടെ കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നത്. ഏതെങ്കിലും വാക്ക് ഞാൻ വെട്ടിക്കളയണമെങ്കിൽ പറയണം. മറക്കണ്ട. ആഹാരം, നീഹാരം, മൈഥുനം, നിദ്ര ജീവികളുടെ സ്വഭാവമാണ്. സ്വഭാവജങ്ങളായ ഇവയിൽ സമാജത്തിന് അലോസരമുണ്ടാക്കാത്തിടത്തോളം നിയമങ്ങളും കൊണ്ടോ നീതികളും കൊണ്ടോ സമൂഹം വ്യക്തി ജീവിതത്തിലേക്ക് കയറിക്കൂടുമ്പോഴെല്ലാം ജീവിതം കലുഷിതവും അന്തസാരവിഹീനവും ആയിത്തീരും. ആ അതിർത്തിക്കകത്തേക്ക് സ്വകാര്യത നശിപ്പിക്കുമാറ് സമൂഹവും അതിൻ്റെ അറിവും കടന്നു ചെല്ലാൻ അനുവദിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് വ്യക്തി വാസനകളെ ഉല്ലംഘിച്ച് ആനന്ദപ്രദമായി ജീവിക്കുകയുള്ളൂ. അതും നിഷേധിക്കുകയും വ്യക്തിയുടെ വൈയക്തിക ജീവിതത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ കണ്ണും കാതും അക്രാമികമായി കടന്നു ചെല്ലുകയും വൈയക്തികതയുടെ ഭാസുര രംഗങ്ങളെ അത്രയും സ്വകാര്യതയിൽ നിന്ന് വലിച്ചിഴയ്ക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയും വളർച്ചയും തദ്വാരാ വിനാശവും.
രണ്ടും രണ്ട് ദിശയിലുള്ളതുമാണ്. എന്തെങ്കിലും മനസ്സിലായോന്ന് എനിക്കറിയില്ല. അങ്ങനെ വരികയല്ലോ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ. ഞാൻ വളരെ വ്യക്തമായിട്ടാണ്. ഒന്ന്, സാമൂഹിക മര്യാദകളിൽ വ്യക്തിയുടെ കാമങ്ങൾ ഒരിക്കൽ പോലും ഈടുവയ്പ്പുകളായി വരരുത്. വന്നാൽ പ്രസ്ഥാനങ്ങൾ തകരും. ആ ഭാഗം മനസ്സിലായി. ഇന്ന് നിങ്ങളുടെ ഏത് പ്രസ്ഥാനം എടുത്താലും പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്ന വൈയക്തിക കാമങ്ങളാണ്, സാമൂഹിക നീതികളോ മര്യാദകളോ അല്ല. ഒന്നാം ഭാഗം ശരിയാണ്, അല്ലെങ്കിൽ തെറ്റാണ്. പല വീടുകളും ഇന്ന് മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കാൻ അഹങ്കാരികളും ദുഷ്ടത നിറഞ്ഞവരും എല്ലാ അസാൻമാർഗികതയുള്ളവരുമായ കുട്ടികളുടെ പോലും പിടിവാശിക്ക് മുമ്പിലാണ് നിലകൊള്ളുന്നത്. ശരിയാണ്. ബാക്കിയുള്ളവർ വഴിപ്പെടുകയാണ് പതിവ്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. അവൻ കരയുന്ന കണ്ടില്ലേ? നാട്ടുകാരറിയും. ആ പ്രശ്നം തീർക്ക്. ഒരെണ്ണം തീർത്താൽ അടുത്തത് വരും. ആ ഒരു വ്യക്തിയുടെ കാമത്തിന് വേണ്ടിയാണ് ആ കുടുംബങ്ങൾ, കൂട്ടായ്മകളെല്ലാം പലപ്പോഴും തകരുന്നത്. ശരിയല്ല. വിദ്യാഭ്യാസം ഇവിടെ 100% പരാജയമാണ് ഈ രംഗത്ത്. അധ്യാപകരായ എന്നെ കേൾക്കുന്നവരിൽ നല്ലൊരു ശതമാനമെന്ന് എനിക്കറിയാം. നിങ്ങൾ കൊടുക്കുന്ന കലാലയ വിദ്യാഭ്യാസം ഒന്നും ഉത്തമമായൊരു കുടുംബജീവിതത്തിനോ കൂട്ടായ്മയ്ക്കോ പര്യാപ്തമാകുമാറ് രൂപപ്പെടുത്തിയ സിലബസുകളിൽ നിന്ന് വന്നതല്ല. അറിവിന്റെ അഹങ്കാരം കൊണ്ട് പിടിവാശികളെ കിട്ടിയ അറിവിന്റെ അഹങ്കാരത്തിൽ മുക്കി മറ്റുള്ളവനെ ഉപദ്രവിക്കുവാൻ മാത്രം പാകത്തിനുള്ളതാണെന്നുള്ളതാണ് വസ്തുത. എതിർപ്പുകൾ തോന്നിടത്ത് അപ്പോൾ തന്നെ പറയാം, ഇത് കുടുംബം. നിങ്ങളുടെ സമുദായങ്ങൾ ഓരോന്നും എടുക്കുക, നിങ്ങളുടെ ജാതികൾ, മതങ്ങൾ, അതിന്റെ ഓരോ മീറ്റിംഗും എടുക്കുക. ഉപജാപങ്ങളുടെയും മറിയലുകളുടെയും കരണം മറിക്കലുകളുടെയും ഒക്കെ അന്തർനാടകങ്ങളുടെ ഈറ്റില്ലമാണ്. അതെല്ലാം വ്യക്തിയുടെ കാമത്തിനു വേണ്ടി മാത്രമാണ്. ശരിയല്ല. ഇതിനെയാണ് നിങ്ങൾ പുരോഗതി എന്ന് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ മതങ്ങൾ എടുക്കുക. ആധ്യാത്മികവും ഭൗതികവും സാംസ്കാരികവും ഒക്കെയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്കിന്നുണ്ട്. എല്ലാ മതത്തിനും എല്ലാ ജാതിക്കും ഏത് പ്രസ്ഥാനത്തെ എടുക്കുക, സർവസംഘ പരിത്യാഗികളായവർ കൂടിയിരുന്ന് തീരുമാനിക്കുമ്പോൾ പോലും പരിത്യാഗമൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, പിടിവാശികൾ വളരെ കൂടുകയും പിടിവാശിക്ക് വേണ്ടി കാമനാപൂർവം ഏറ്റുമുട്ടുകയും എതിരാളിയെ നിഷ്കാസനം ചെയ്യുകയും വൈരനിര്യാതന ബുദ്ധിയോടെ പെരുമാറുകയും ഏറ്റവും കൂടുതൽ അവൻ എഴുന്നേറ്റ് വരാതിരിക്കുവാൻ പ്രചരണം നൽകുകയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നേറുന്നതാണ് നിങ്ങളുടെ സാമൂഹിക ഘടനയുടെ എല്ലാ അംശങ്ങളും. ഇന്ന് നോന്ന് കേൾക്കാനാണ് ഞാൻ പറയുന്നത്. പിടി കിട്ടുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് ദുഷ്ടന്മാർ അവസാനത്തെ ആയുധമായിട്ടത് പ്രയോഗിക്കുന്നത്. എല്ലാവരുടെയും ഇഷ്ടത്തിനാണിതെന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരും മാത്രമാണ്. പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ അവൻ യാതൊരു സംശയവുമില്ലാതെ അവന്റെ ഔദ്ധത്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പിടിച്ചെടുക്കുന്നത്. അറ്റ കൈക്ക് മാത്രമേ അവൻ അങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റിന് പോലും തയ്യാറാവൂ. കാരണം ഇവയെ ഭരിക്കുന്നവരെല്ലാം ഇന്ന് ഒന്നുകിൽ നല്ല സൈക്കാട്രിസ്റ്റിന്റെ അടുക്കൽ കൊണ്ടുപോയി കാണിക്കേണ്ട സ്കീസോഫീനിയാക്കുകളോ പാരനോയിഡുകളോ ആണ്.
ഇനിയും നിങ്ങളുടെ രാഷ്ട്ര ചിന്തയും നിങ്ങളുടെ സംസ്ഥാന ചിന്തയും അതുപോലുള്ളതൊക്കെ എടുക്കുക. നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രസ്ഥാനങ്ങളെ മുഴുവൻ എടുക്കുക. അവിടെയൊന്നും ഇതിന് വ്യത്യാസമില്ലെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്നെ പോലുള്ള മണ്ടന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. ഒന്നാം ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അതിൽ പരാതി ഇനിയില്ല. രണ്ടാം ഭാഗം ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയായിരിക്കുന്ന സ്വകാര്യമായൊരു ജീവിതമുണ്ട് വ്യക്തിക്ക്. അതതിൻ്റെ രഹസ്യം മാത്രം ആനന്ദപ്രദമാകുന്നതാണ്. വാസനകളാണ് ഒരുവന്റെ ആഹാരവും നീഹാരവും മൈഥുനവും നിദ്രയും. ഇതവന്റെ സ്വഭാവജങ്ങളായ വികാരങ്ങളാണ്. ശരിയാണ്. ഈ സ്വഭാവജങ്ങളായ വികാരങ്ങൾ സമൂഹത്തിന് ഉപദ്രവം വരാത്തിടത്തോളം സമൂഹം വ്യക്തിയുടെ സ്വകാര്യതയിൽ ഇറങ്ങിച്ചെല്ലരുതാത്തതാണ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഉദാഹരണവും വേണമെങ്കിലാവാം, മനസ്സിലായില്ലെങ്കിൽ മാത്രം. എന്നെ കേൾക്കുന്നതിൽ ഒരു 50 വയസ്സിൽ കൂടുതലുള്ളവരൊന്ന് കൈവയ്ക്കാൻ വേണ്ടില്ല. മുമ്പ് 60 പറഞ്ഞു. നമുക്ക് ഇച്ചിരിയും കൂടെ ഇളവനുവദിച്ചാലേ. മുമ്പ് സീനിയർ സിറ്റിസനെ മാത്രം പിടിച്ചാൽ മതി. ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയണം. നിങ്ങളൊക്കെ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരാണ്. നിങ്ങൾ അധ്യാപകർ വരെയുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. നിങ്ങളിൽ ആരൊരുത്തനാണ് ഒരു 14-15 വയസ്സ് ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛനും അമ്മയും ശൃംഗരിക്കുന്നത്, ഇണചേരുന്നത്, കെട്ടിപ്പിടിക്കുന്നത് ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചു. അപ്പോൾ ആരുമില്ലെന്ന് വേണ്ടേ വിചാരിക്കാൻ. ചോദ്യം മനസ്സിലായില്ല. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മക്കളുടെ മക്കളോട് ചോദിക്കും. അവരിത് കണ്ടു മടുത്ത ഇതിഹാസമാണ്. ഇത്രയും പോരാ, ഇനിയും അവരെ ഏതാണ്ട് കൂടെ പഠിപ്പിക്കുക കൂടെ ശാസ്ത്രീയമായി വേണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. അതിന് സിലബസും ഒക്കെ റെഡിയാണ്, പൂർണ്ണമായി. പൂർണ്ണമല്ല. നിങ്ങൾ വളരെ വളരെ ഇതായിട്ട് വളരെ പരിഷ്കാരികളും ഉന്നതന്മാരും ഇരുന്ന് തീരുമാനിക്കുന്ന ഇതെല്ലാം. നിങ്ങൾ സത്യസന്ധമായി നിങ്ങളോടൊന്ന് ചോദിക്കുക. 15 വയസ്സുവരെ നിങ്ങളിതൊന്നും അറിയാതിരുന്നിട്ട് കാരണം 8ലും 9ലും 10ലും ഒരല്പം ജനറൽ സയൻസ് പഠിക്കാനുണ്ടായിരുന്നു ഞാൻ ആ പറഞ്ഞ വിഭാഗക്കാർക്ക്. അതിനകത്തു പോലും ഫെർട്ടിലൈസേഷനോ പോളിനേഷനോ ഒന്നുമില്ല. ഇതൊന്നും പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് ജോലി കിട്ടാതെ വന്നില്ല. ഇതൊന്നും പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇവൻ പിന്നീട് പഠിച്ചപ്പോൾ അറിവ് വരാതിരുന്നില്ല. ഇത് പഠിക്കാത്തത് കൊണ്ട് അന്ന് IASഉം ICSഉം IFSഉം ഉള്ളവൻ ഉണ്ടാകാതിരുന്നില്ല. ഇത് പഠിക്കാതിരുന്നത് കൊണ്ട് അവൻ പഠിച്ചതൊക്കെ സമഗ്രമായ അവന്റെ മസ്തിഷ്കത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആ പ്രായത്തിലുള്ളവർ കുട്ടിക്കാലത്ത് പഠിച്ച ഏതൊരു പദ്യകൃതിയും ഒരു വരിയെങ്കിലും ഈ വയസ്സുകാലത്തും അവന്റെ മസ്തിഷ്കത്തിലുണ്ടാവും. ശരിയല്ല? അവൻ അന്ന് പഠിച്ച ഗണിതയുക്തികളും കഥകളും അന്ന് പഠിച്ച ഗണിതശാസ്ത്രത്തിലെ ചോദ്യോത്തരങ്ങൾ പോലും അവന്റെ മസ്തിഷ്കത്തിൽ ഡെറൈവ് ചെയ്യാൻ പാകത്തിന് കിടപ്പുണ്ടാവും. ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം കൃത്യമായി
അതിൻ്റെ ഓരോന്നും ഡിറൈവ് ചെയ്ത് ഉത്തരം എഴുതാവുന്ന പാകത്തിന് അവൻ്റെ മസ്തിഷ്കത്തിൽ കാണും. ഇതുകൊണ്ട് അവൻ നാളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇതൊക്കെ അച്ഛനും അമ്മയും നാട്ടുകാരും TV-യിലും പുസ്തകത്തിലും ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കാത്തതിൻ്റെ പേരിൽ അവൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആസ്വാദനം കുറഞ്ഞുപോയുമില്ല. മാത്രവുമല്ല, അവന് യൗവനത്തിൽ കുടുംബജീവിതം ആരംഭിക്കുവാൻ കഴിഞ്ഞുവെന്ന വിജയമുണ്ട്. പുത്തൻ തലമുറയ്ക്ക് വളരെ ചെറുപ്പത്തിൽ വാർദ്ധക്യമെത്തുകയാൽ വാർദ്ധക്യത്തിലാണ് കുടുംബജീവിതം തുടങ്ങുന്നതെന്നുള്ളത് കൊണ്ട് ഒരിക്കലും സ്വസ്ഥമായ കുടുംബജീവിതം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നവുമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് സംശയമുണ്ട്. 12 വയസ്സിൽ വാർദ്ധക്യമെത്തിയ ഒരു കുഞ്ഞ് 20-ാമത്തെയോ 25-ാമത്തെയോ വയസ്സിൽ വിവാഹം കഴിച്ചാൽ ഡൈവോഴ്സ് ചെയ്യാമെന്നല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞതിൻ്റെ സാരം. കോശങ്ങൾ തളരുകയും വാർദ്ധക്യം സഹജമാവുകയും ചേർച്ച നഷ്ടപ്പെടുകയും അന്യരുമായി സമീചീനമായി യോജിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ് ഇന്ന് പലപ്പോഴും കുടുംബജീവിതം. ഇവിടെയാണ് വ്യക്തിയുടെ സ്വകാര്യതയിൽ സമൂഹവും സാമൂഹ്യശാസ്ത്രവും സാങ്കേതിക വിദ്യയും തലയിട്ട് നോക്കുകയും ഒളിഞ്ഞു നോക്കുകയും കടന്നു ചെല്ലുകയും ചെയ്താൽ കുടുംബജീവിതം എന്നതിൻ്റെ മാധുര്യം നഷ്ടപ്പെടുകയും ജീവിതം അസ്വസ്ഥമാവുകയും ചെയ്യുന്നത്. അതിന് വെളിയിൽ എന്നും ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ, അത് നോക്കിക്കണ്ട ഒരാളെന്നുള്ള നിലയിൽ, അതിനകത്ത് ജീവിച്ചിട്ടും അറിയാതെ പോയ നിങ്ങളോട് അത് പറഞ്ഞു തരുമ്പോൾ പോലും യോജിക്കാനുള്ള മസ്തിഷ്കം നിങ്ങൾക്കില്ലാതായി എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. കാരണം ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ ക്ലിയറായില്ല. ഞാൻ മാക്സിമത്തിലാണ്. കാരണം ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതൊക്കെ സ്വാമി പറയാവോ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇതെനിക്ക് പറഞ്ഞു തരാൻ അറിയൂ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ശങ്കയും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എത്രത്തോളം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മതമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വൈയക്തിക തലങ്ങളിൽ കുടുംബ ജീവിതത്തിൻ്റെ വ്യക്തിഗതങ്ങളായ തലങ്ങളിലേക്ക് അയൽവക്കംകാരനും പരിചയക്കാരനും കൂട്ടുകാരനും ക്ലബ്ബുകാരും TV-യും അറിവും കാസറ്റും കൊച്ചുപുസ്തകവും ഒക്കെ കടന്നു ചെല്ലാൻ തുടങ്ങിയാൽ നൈസർഗികമായ കുടുംബചോദന നഷ്ടപ്പെടുകയും ജീവിതം അലോസരമാവുകയും ജീവിതം നഷ്ടപ്രായമാവുകയും ചെയ്യും. ഏത് ശാസ്ത്ര വഴി വെച്ച് നോക്കിയാലും എഗ്രി. എന്നാൽ മനോഹരമായൊരു കുടുംബജീവിതത്തിലേക്ക് തുറക്കുന്നതാണ് ഇതിഹാസത്തിലെ ഉപനിഷത്തിലെ ഈ രംഗം. ബ്രാഹ്മണം അതുകൊണ്ടാണ് ഇത്രയും മുഖവുര വേണ്ടി വന്നത്. ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ അതിന് പോകുന്നവരുടെ സ്വാതന്ത്ര്യമാണ്. മനസ്സിലായില്ല? അതൊക്കെ ഉണ്ടായിരുന്ന കാലങ്ങളിലാണ് ഇതൊക്കെ എഴുതിയത്. അതുകൊണ്ട് ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന അഭൗമതേജസ്സായ യാജ്ഞവൽക്യൻ 2 ഭാര്യമാരോടുകൂടിയാണ്. ഇത്രയും ഞാൻ പറയാതെ അത് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണുന്ന ഞങ്ങൾ കാവ്യമെടുത്ത സ്വാമിമാരെ പറ്റി ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായി യാജ്ഞവൽക്യനെ ചിന്തിക്കുമ്പോൾ യാജ്ഞവൽക്യൻ അന്ന് 2 ഭാര്യമാരുണ്ടായിട്ടും മര്യാദയ്ക്ക് ജീവിച്ചു. ഇന്ന് ഭാര്യമാരില്ലാത്ത ഞങ്ങൾ സ്വാമിമാർ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണമെന്നില്ല. ബാക്കി ഇനി നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അത് പല്ലട കുത്തി മണക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വിടുന്നു. നിങ്ങൾക്ക് ഭാവനയുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുപാട് ഭാവിച്ചോളൂ. അതുകൊണ്ട് വളരെ ഭംഗിയായി ആർഷ പാരമ്പര്യം മനോഹരമായി തന്ന ഒരു രംഗമാണ്. ഇതിൻ്റെ രംഗം ആരംഭിക്കുന്നത് സ്വത്ത് പങ്കുവയ്ക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പദം ഉപയോഗിച്ചത് സപത്നികൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തുന്ന. വിവാഹബന്ധം വേർപെടുത്താനാവില്ല.
കാരണം മാരേജിന് പല നിയമങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ വിവാഹം പവിത്രമാണ്, ഇറ്റ്സ് എ സാക്രമെന്റ്. ക്രിസ്ത്യൻ വിവാഹവും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം വിവാഹം അങ്ങനെയല്ല. ശരീഅത്തനുസരിച്ച് അതൊരു എഗ്രിമെന്റ്. നിങ്ങളുടെ നിയമപ്രകാരമുള്ള വിവാഹവും എഗ്രിമെന്റ് മാത്രമാണ്. കോടതിയിൽ അതേ സ്വീകരിക്കുകയുള്ളൂ. മനസ്സിലായില്ല?